Good evening, everyone. Thank you so much. ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അത്. എൻ്റെ സിനിമ ഹിസ്റ്ററിയുടെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ശരിക്കും ആവശ്യമില്ലായിരുന്നു, പക്ഷേ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് AV. ഇറ്റ് വാസ് വെരി ഡീറ്റെയിൽഡ് ഹൂ എവർ പ്രിപ്പയർഡ് ഇറ്റ്, ബിക്കോസ് എനിക്കറിയാം ഇതിനൊക്കെ എഫേർട്ട് ഉണ്ട് ഓരോ ക്ലിപ്സ് കളക്ട് ചെയ്യാനും അതിന് വേണ്ട ഓഡിയോ അതിനോട് ചേർന്ന് നിങ്ങളതൊരു സ്ക്രിപ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാനും അത് ഒരു റൈറ്റ് പ്രസൻറ്റേഷൻ ആയിട്ട് അത് ടു പുട്ട് ഇറ്റ് ടുഗെദർ ദർ ഇസ് എ ലോട്ട് ഓഫ് എഫേർട്ട് ആൻഡ് ലോട്ട് ഓഫ് കളക്റ്റീവ് മൈൻഡ്സ് ദാറ്റ് ഗോസ് ബിഹൈൻഡ് ഇറ്റ്. Okay, so thank you so much, everyone, each and every person who's contributed to that. ഒരു ഇമ്മെൻസ് പ്ലെഷർ ഉണ്ട് ഇവിടെ ഇന്ന് വരാൻ സാധിച്ചതിൽ. ഷൂട്ടിൻ്റെ തിരക്കിൻ്റെ ഇടയിലാണ് ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്ന്. ആദ്യം എനിക്ക് പറയാനുള്ളത് ഇവിടെ ഹിസ് ഹോളിനെസ് ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് ഹി ജസ്റ്റ് ലെഫ്റ്റ്. ബാബ തിരുമേനി എന്ന് പറയുന്ന അവർക്ക് ഹി ജസ്റ്റ് ലെഫ്റ്റ്. ഈവൻ ദോ വി കുഡ് സിറ്റ് ദർ ഫോർ എ ഫ്യൂ മിനിറ്റ്സ്, ഒരു വാംത്ത് ഉള്ളൊരു എക്സ്ചേഞ്ച് ആയിരുന്നു. ഹി വാണ്ടഡ് ടു നോ എ ലിറ്റിൽ മോർ അബൌട്ട് മൈ പേഴ്സണൽ ലൈഫ് ആൻഡ് മൈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് ഓൾ ദാറ്റ്. So very sweet. I'm really honored to have that interaction with him. Respected Father Paulos, Father Christmas, I think they've all left now. And to all the other dignitaries who are present here today, very, very good evening. I really enjoyed Dr. Matthews Joseph's presentation that you did, the introduction on the multiple modality treatment approach. കാരണം അത് തന്നെയാണ് ഇന്ന് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സിന് ഏറ്റവും ആവശ്യമുള്ളൊരു അപ്രോച്ച്. ഞാൻ ഇന്നാളൊരു ഇതേപോലൊരു ക്യാൻസർ ഇവൻറ്റിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഞാൻ പറഞ്ഞൊരു കഥയുണ്ട്. ഇറ്റ് വാസ് അബൌട്ട് ഈവൻ ദോ ഐ വാസ് ടേക്കൺ ടു എ ഹോസ്പിറ്റൽ. അപ്പോളോയിലായിരുന്നു അപ്പോളോ ചെന്നൈയിലാണ് എൻ്റെ എല്ലാ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിരുന്നത്. 2009 മൈ ഡയഗ്നോസിസ്. Hodgkin's lymphoma, which is otherwise a very easily curable cancer. അതിൻ്റെ ഒരു റിഫ്രാക്ടറി കണ്ടീഷനാണ് എനിക്കുണ്ടായത്. സോ 85% പേർക്ക് സാധാരണ ലിംഫോമ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റിൽ തന്നെ ക്യൂർ ആവും. പക്ഷേ ഐ ഹാപ്പൻ ടു ഫോൾ ഇൻ ദ 15% ഓഫ് പേഷ്യൻസ് ഹു ടെൻ ടു ഹാവ് എ റിഫ്രാക്ടറി കണ്ടീഷൻ വെയർ ദ ഡിസീസ് മൈറ്റ് നോക്ക് അറ്റ് യുവർ ഡോർ മോർ ദൻ 2 times. സോ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 2009 ഡയഗ്നോസ് ആയ സമയത്ത് അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഏറ്റവും, ഞാനിപ്പോൾ ഒരു സിനിമയിലൊക്കെ ആയതുകൊണ്ട് ആവാം, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡോക്ടർ വാസ് റെക്കമെൻഡഡ് ടു മീ. ആൻഡ് ഓബ്വിയസ്ലി ഐ ഹാഡ് മൈ ഫസ്റ്റ് കൺസൾട്ടേഷൻ വിത്ത് ഹിം. ദ റീസൺ വൈ ഐ സേ ദിസ് ഇസ് ബിക്കോസ് പണ്ട് തൊട്ടേ ഐ എം സമ്മൺ ഹൂ ഹാസ് എ സ്ലൈറ്റ് പ്രോബ്ലം വിത്ത് എന്താ ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ പേരുള്ള സ്ഥലത്ത് ഞാൻ പോകാറില്ല. സോ പേരുള്ള ഡോക്ടർ വന്നപ്പം ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊന്നും ഒരു സമയം എനിക്ക് ഒരുപാട് സമയം തരാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടിയില്ല. ഒരു ലെറ്റസ് റഷ് ഹർ ഇൻ ടു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലായിരുന്നു അപ്രോച്ച്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് അവിടെ നിൽക്കട്ടെ. ഐ നോ ദറ്റ് ഐ എം ഹാർഡ്ലി ഏബിൾ ടു ബ്രീത്ത്, ബിക്കോസ് എനിക്ക് ആ സമയത്ത് സിവിയർ ആയിട്ട് ആസ് എ സിംറ്റം ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടായിരുന്നു. ആൻഡ് ഐ ടോൾഡ് ദം ദാറ്റ് ഐ വാണ്ട് എ ഡോക്ടർ ഹൂ ക്യാൻ ഫസ്റ്റ് ബി ബൈ മൈ ബെഡ് വെൻ ഐ എം ടേക്കിംഗ് മൈ ഫസ്റ്റ് കീമോ. ബെഡ്സൈഡ് മാനർ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് amongst doctors, and I think that is where you get that care, where you get that attention is where you need to be and under whom you need to be treated. So ഇത് എന്നും നിങ്ങൾ ആലോചിക്കുക, എന്നും ഓർക്കുക. കാരണം ക്യാൻസർ നമ്മുടെ വാതിൽക്കൽ തട്ടുന്നത് വരെ സത്യം പറഞ്ഞാൽ ആരും ആഴത്തിൽ അതിൻ്റെ കോംപ്ലെക്സിറ്റീസിനെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. Either it has to happen not even to an extended family member, it has to happen to an immediate family member, because that is how busy we all are today. And the more busy you get, the more stress-related disease you get. And stress basically causes inflammation in your body. Inflammation is one of the key factors that creates the perfect environment for cancer to thrive in your body. നമ്മുടെ എല്ലാവരുടെയും ബോഡീസിൽ ക്യാൻസർ സെൽസ് ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ യു ഹാവ് T cells which actually fight it. So you can, ഞാൻ എപ്പോഴും there are a lot of people who ask me, മമതയുടെ ഹെൽത്ത് എങ്ങനെയുണ്ട്? അപ്പം ഞാൻ എപ്പോഴും പറയും ഐ എം വെൽ എന്നല്ല പറയാം. I'll say it's in control, it's in my control, my health is in my control. And അത് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, it's also your mental health. So yeah, mental health is something which is really എന്താ പറയുക, വളരെ ലെസ് ഡിസ്കസ്ഡ് ആണ്
മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഇതുവരെ അത്രയും പ്രാബല്യത്തിൽ വന്നില്ല എന്നുള്ളത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ അവയർനെസ് വന്നുകൊണ്ടിരിക്കുന്നു, ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാലും ദർ ആർ ലോട്ട് ഓഫ് സ്റ്റിഗ്മാസ് അസോസിയേറ്റഡ് വിത്ത് ഹൗ പീപ്പിൾ അപ്രോച്ച് സമ്മൺ വിത്ത് എ ടെർമിനൽ ഡിസീസ് ആൻഡ് ഓൾസോ ഹൗ ദ പേഷ്യൻറ്റ് ദംസെൽവ്സ്, ആ പേഷ്യൻ്റ് തന്നെ എങ്ങനെ അത് എടുക്കുന്നു, അതേത് സ്പിരിറ്റിലെടുക്കും. നമ്മൾ പറയില്ലേ നല്ല സ്പിരിറ്റിലെടുക്കണം എന്ന്. നല്ല സ്പിരിറ്റിലെടുക്കുന്നൊരു ന്യൂസ് അല്ല ശരിക്കും ക്യാൻസർ ഡയഗ്നോസിസ്. പക്ഷേ ഹൗ ഡു യു കൺവേർട്ട് ദിസ് വീക്ക്നെസ് ഇൻ ടു യുവർ സ്ട്രെങ്ത് എന്നുള്ളത് അത് നിങ്ങളുടെ കൺട്രോളിലാണ്. ഓക്കെ, ഐ സീ സം എഗ്രീയിങ് ഫേസസ്. കുറച്ച് പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സോ എൻ്റെ ഫാമിലിയിൽ എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ടായിരുന്നതാണ് എൻ്റെ ഡാഡ് ആൻഡ് മോം. പിന്നെ സോമൻ, യുനോ മൈ വിങ് മാൻ, ഹീസ് ഹിയർ വിത്ത് മീ ടുഡേ. സോ ഞാൻ ഈ ഓഡിയോ വിഷ്വൽ നിങ്ങളിവിടെ ചെയ്ത പ്രസൻറ്റേഷൻ്റെ കുറേ വിഷ്വൽസ് കാണുമ്പം എസ്പെഷ്യലി മൈ ബോസ് ഇൻ 2 countries, നിങ്ങളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച സിനിമകളല്ലേ അല്ലേ അല്ലേ? പക്ഷേ അതിൻ്റെയൊക്കെ ഒരുപാട് ഘട്ടത്തിൽ ഞാൻ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ടായിരുന്നു. ക്യാൻസർ ഡസ് നോട്ട് സ്റ്റാർട്ട് ആൻഡ് എൻഡ് വിത്ത് ജസ്റ്റ് ടേക്കിംഗ് കീമോതെറപ്പി, radiation, and then I had to undergo bone marrow transplant. It's not just about these things. പക്ഷേ 2009 ഡയഗ്നോസിസ് ആയതിനു ശേഷം ഒരു ലോങ് ജേർണി വിത്ത് ക്യാൻസർ ഉണ്ടാകുമ്പം what happens after a few years is you start having short-term side effects are very easy to deal with. Then you start getting long-term side effects. Then you don't even know. ഞാൻ ഡയഗ്നോസ് ആയ സമയത്ത് I was so young. I was just 23 years old. സോ ഇറ്റ് വാസ് ടഫ് ടു, എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് മൂഡി ആയിട്ടിരിക്കുന്നത് എന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. സോ ദർ ആർ സം ലോങ് ടേം സൈഡ് എഫക്ട്സ് ദാറ്റ് യു നീഡ് ടു തിങ്ക് അബൌട്ട്. ലോട്ട് ഓഫ് തിങ്സ് ലൈക്ക് ഹൗ ദ ഇമ്പാക്റ്റ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, എസ്പെഷ്യലി റേഡിയേഷൻ, ഹൗ ഇറ്റ് ഇമ്പാക്ട്സ് യു 5 to 6 years later. നമ്മുടെ തൈറോയിഡ് ഗ്ലാൻസിനെ എഫക്റ്റ് ചെയ്യാം, നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി എഫക്റ്റ് ചെയ്യാം. സോ യു നീഡ് ടു ബി അവെയർ ഓഫ് ദീസ് തിങ്സ്. ഞാൻ ഈ ഒരു ഗ്രൗണ്ടിലേക്ക് എൻട്രി ചെയ്തപ്പം ഐ വാസ് ജസ്റ്റ് സർപ്രൈസ് ടു സീ ഹൗ ബ്യൂട്ടിഫുൾ ദിസ് ഹോസ്പിറ്റൽ ഇസ്. ഇറ്റ്സ് ഹ്യൂജ് ആൻഡ് എല്ലാ ഫെസിലിറ്റിയോടെ, എന്ന് വെച്ചാൽ ന്യൂക്ലിയർ മെഡിസിൻ അടക്കം ഉള്ള ഫെസിലിറ്റീസ് ഉള്ളൊരു ഹോസ്പിറ്റലാണിത്. So when you have the support of a church that is willing to do such amazing contribution, such amazing work to make this easier for you, നിങ്ങൾ തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യണം എന്ന് മാത്രമാണ് ഞാൻ സ്ട്രെസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഈസി ആക്കി തരാൻ പോകുന്ന ഒരു പദ്ധതി അതും കൂടെ ഇന്നിവിടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. Do you know what the most important thing about what is the most important thing that people tell you when it comes to cancer? അറിയാവോ? What makes handling cancer easier in the long run? No, not finance. അതൊക്കെ പിന്നെ വരുന്നതല്ലേ. Early diagnosis ആണ്. Really is. Because don't underestimate it. The earlier you diagnose it, it's very hard. ഒന്നാമത് ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത is നിങ്ങൾക്ക് ഡിസീസ് ഉള്ള ഭാഗത്തൊന്നുമല്ല ഇതിൻ്റെ സിംറ്റം കാണിക്കുക. മനസ്സിലായോ? അപ്പം എന്ത് പറ്റും വെച്ചാൽ യു വിൽ ഹാവ് എ റോങ് ഡയഗ്നോസിസ്. അത് വേറെ ഏതെങ്കിലും ഒരു ജനറൽ ഫിസിഷ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എന്തെങ്കിലും സ്കിൻ ഡിസീസിന് വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റും പ്രിസ്ക്രിപ്ഷനും എഴുതി തരും. ഇതിലൊക്കെ യു സ്റ്റാർട്ട് ലൂസിങ് എ ലോട്ട് ഓഫ് ടൈം. So try to educate yourself. If you have any problem with your health in terms of small signals that your body is trying to send out to you, ചെറിയ രീതിയിലായിരിക്കും ബോഡി ചിലപ്പം നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ തിരക്ക് പിടിച്ച് നിങ്ങൾ ഓട്ടത്തിലാണല്ലോ, എല്ലാവരും ഇപ്പോൾ ഓട്ടത്തിലാണല്ലോ. സോ ഇതിനിടയിൽ ചെറിയ സിഗ്നൽസേ നിങ്ങളുടെ ബോഡിക്ക് തരാൻ പറ്റുള്ളൂ ചില സമയത്ത്. പക്ഷേ അതിൻ്റെ കണ്ടീഷൻ കുറച്ച് ആഴത്തിലുള്ളതായിരിക്കും. സോ ഏർലി ഡയഗ്നോസിസ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് എൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്കം മച്ച് മോർ ഫേവറബിൾ ആയിരിക്കും.
The earlier you diagnose, once you get treated, the lesser chances of a secondary cancer or even a relapse. So be aware of this. ഇന്നിവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പദ്ധതികൾ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. ലേഡീസ് പ്രത്യേകിച്ച് 35 കഴിഞ്ഞ ലേഡീസ്, ഐ ഹൈലി എൻകറേജ് ഓൾ ഓഫ് യു ടു ഗെറ്റ് വൺസ് ഇൻ എ ഇയർ ചെയ്താൽ മതി ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്, മാമോഗ്രാം. ഫസ്റ്റ് ബിഗിൻ അറ്റ് ഹോം, ഒരു സെൽഫ് ഡയഗ്നോസിസ്. ആൻഡ് അതിനെക്കുറിച്ച് ഇന്ന് ഇഷ്ടം പോലെ വീഡിയോസ് നിങ്ങൾ വേണ്ടതും വേണ്ടാത്ത വീഡിയോസ് യൂട്യൂബിലിരുന്ന് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ട വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. ഐ തിങ്ക് മലയാളീസ് ആർ റിയലി ഗുഡ് അറ്റ് ടേക്കിംഗ് കെയർ ഓഫ് എസ്പെഷ്യലി ഹെർബൽ ട്രീറ്റ്മെൻറ്റ്സൊക്കെ വി ആർ റിയലി ഗുഡ്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ആൻഡ് വി ആർ ഗോണ ബി ലോഞ്ചിങ് സം വെരി എക്സൈറ്റിംഗ് packages here today. Do you want me to go ahead and announce? Okay, so I'm after that sing a song. എല്ലാ ഇടയിലെ കൂടെ ഡാഡി മമ്മി വീട്ടിൽ ഡാഡി ഇല്ല, മമ്മി ഇവിടെ ഉണ്ട് പുറത്ത്. So what Parumala Hospital has, do you mind if I take a sip of water? അതാണ് സോമൻ, എൻ്റെ വിങ്മാൻ ആണ്. എൻ്റെ ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഏറ്റവും കൂടുതൽ എന്നെ നോക്കിയ ഒരാളാണ്. ഹി റിയലി ഡിസേർവ്സ് ദ ക്രെഡിറ്റ്. സോ വാട്ട് Parumala Hospital has for you is a cancer screening and detection campaign. ഇത് ഇൻ-ഹൗസ് ആണ് അറ്റ് ദ ഹോസ്പിറ്റൽ ഇറ്റ് സെൽഫ്. November 20th തുടങ്ങും, February 4th വരെ. ഫെബ്രുവരി മാസമാണല്ലോ വേൾഡ് ക്യാൻസർ ഡേ. സോ ദേ ആർ എൻഡിങ് ദ campaign at a very nice time. Every Saturday, beginning 20th November to February 4th, ഒരു സ്ക്രീനിങ് ക്യാമ്പ് ഉണ്ട്. ഫ്രീ കൺസൾട്ടേഷൻ വിത്ത് ദി ഓങ്കോളജിസ്റ്റ് എന്ന് വെച്ചാൽ ഇൻ-ഹൗസ് ഓങ്കോളജിസ്റ്റ് ആയിട്ട് ഫ്രീ കൺസൾട്ടേഷൻ ആൻഡ് 50% ഓഫ് ഓൺ ഓൾ ഇമേജിംഗ് സ്ക്രീനിങ്സ്. Okay, which includes PSA test, mammogram, X-ray, ultrasound, CT scan, all of that. 50% off. So take advantage of it. Okay, that's one. പിന്നെ പരുമല ഹോസ്പിറ്റലിന് പുറമേ ഔട്ട്ഡോർ ക്യാമ്പയിനിങ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് ഇൻ കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലയിൽ. ക്യാൻസർ അവെയർനെസ് പ്രോഗ്രാംസും ഫ്രീ ക്യാൻസർ മാനേജ്മെൻറ്റ് ക്യാമ്പ്സും തുടങ്ങാൻ പോവാണ്. സോ ദാറ്റ്സ് അഗൈൻ അവിടെയുള്ള ആ ജില്ലകളിലൊക്കെ നിങ്ങളുടെ റിലേറ്റീവ്സ് താമസിക്കുന്നുണ്ട്. പ്ലീസ് സ്പ്രെഡ് ദ വേർഡ്. പ്ലീസ് മേക്ക് യൂസ് ഓഫ് ദിസ്. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും പറയും, ഈ എസ്പെഷ്യലി ലേഡീസിൻ്റെ ബ്രസ്റ്റ് ക്യാൻസറൊക്കെ വരുമ്പം നിങ്ങൾ ഇന്ന് ചില പ്രോഗ്രാംസിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം 5 years from now ആയിരിക്കും നിങ്ങൾക്കത് ആവശ്യം വരിക. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇൻവെസ്റ്റ് ഇൻ യുവർ ഹെൽത്ത് ടുഡേ. നിങ്ങൾ അവിടെ എവിടെയും ലാൻഡ് വാങ്ങിക്കുന്നുണ്ട്, പ്രോപ്പർട്ടി വാങ്ങിക്കുന്നുണ്ട്, അത് മാത്രമല്ല, ഇൻവെസ്റ്റ് ഇൻ യുവർ ഹെൽത്ത് ടുഡേ ഫോർ എ ബെറ്റർ ടുമോറോ, ഫോർ എ സേഫർ ടുമോറോ. പിന്നെ ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതി, ഇറ്റ്സ് കോൾഡ് സൗഖ്യം, ആൻഡ് ദിസ് ഇസ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ബാബ തിരുമേനി ഹിംസെൽഫ്. ബ്രസ്റ്റ് ക്യാൻസറും ഗൈനക് ഓങ്കോളജി സർജറീസും അറ്റ് എ വെരി ലോ കോസ്റ്റ് ആൻഡ് റേഡിയേഷൻ അറ്റ് 50% ഫോർ പീപ്പിൾ ദോസ് ഹു നീഡ് ഇറ്റ്. റേഡിയേഷൻ ആവശ്യമുള്ളവർക്ക് 50% ഇളവുണ്ട്. സോ that's another amazing offer. So പരുമല ഹോസ്പിറ്റൽ ഇത്രയും പലവർക്കും വേണ്ടിയിട്ട്, ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും നല്ലൊരു ഫെസിലിറ്റി ഇവിടെ ഉണ്ടാവുമ്പം ഇത്രയും നല്ല ഡോക്ടേഴ്സ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഡോക്ടർ മാത്യൂസ് ജോസിൻ്റെ പ്രസൻറ്റേഷൻ കഴിഞ്ഞപ്പോഴാണ്. സോ യു ആർ ഇൻ വെരി സേഫ് ഹാൻഡ്സ് ഇസ് വാട്ട് ഐ ബിലീവ്, ബിക്കോസ് ദർ ഇസ് ഓൾസോ, ഇപ്പം നമ്മൾ ഏത് കേസ് വരുമ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് അത് ഡിസ്കസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഇസ് നോട്ട് ഡിസൈഡഡ് ബൈ വൺ പേഴ്സൺ. Your doctor does not think that he is God, but he is someone who will become your God. Because എൻ്റെ ലൈഫിൽ എൻ്റെ ട്രൂ ഹീറോസ് എന്നെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് തന്നെയാണ്. ആൻഡ് എസ്പെഷ്യലി ദ നഴ്സസ്, നഴ്സിംഗ് സ്റ്റാഫ്, യു ഗൈസ് ആർ ദ ബെസ്റ്റ്. ബിക്കോസ് ഓഫ് കോഴ്സ് പേഷ്യൻസ് ഡോക്ടേഴ്സ് നമ്മളെ കണ്ടിട്ട് പോവും, പക്ഷേ നഴ്സസ് ദേ ആർ ദ വൺസ് ഹു സ്പെൻഡ് ഡേ ആൻഡ് നൈറ്റ് വിത്ത് യു. പിന്നെ നഴ്സസിൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എനിക്കറിയാം, കീമോ വാർഡ്സിൽ പോകുമ്പോൾ, ട്രാൻസ്പ്ലാന്റ് വാർഡ്സിൽ പ്രത്യേകിച്ച് പോകുമ്പം, പ്ലീസ് ഹാവ് എ സ്മൈൽ ഓൺ യുവർ ഫേസ്. കാരണം അവർ ഓൾമോസ്റ്റ് 30-35 days ആണ് ഐസൊലേഷനിൽ കിടക്കുന്ന പേഷ്യൻസ് വിത്തൗട്ട് ബീങ് ഏബിൾ ടു സീ ദിയർ ഫാമിലി, റൈറ്റ്?
സോ പ്ലീസ് വെയർ ദാറ്റ് സ്മൈൽ ഓൺ യുവർ ഫേസ് ഓൾ ദ ടൈം. താങ്ക് യു ഫോർ ബീങ്. നിങ്ങൾ വെറുതെ അല്ല നിങ്ങളെ മാലാഖകൾ എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ്സ് റിയലി that really applies to you and nobody else. And സിനിമയിലെ പലവരും ഈ ഹീറോസ് ഹീറോയിൻസ് മറ്റേ നിങ്ങളൊക്കെ അവരുടെ ഫാൻസാണ്. എൻ്റെ ട്രൂ ഹീറോസ് ഈ സേവനം ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പീപ്പിൾ ഹു ആർ റിയലി ഇൻ സർവീസ്. ഐ തിങ്ക് ഈവൻ സ്മോൾ ബിസിനസ് ഓണേഴ്സ് ഇൻ കേരള ദേ കോൾ ദംസെൽവ്സ് വാട്ട് ദേ ആർ ഡൂയിങ്. കാശിന് വരും, പക്ഷേ ഒരു ആക്ട് ഓഫ് സർവീസ് ആണ്. ഈ നാട്ടിൽ കുറേ കാര്യങ്ങൾ നടത്താൻ ശരിക്കൊരു വലിയ മനസ്സ് തന്നെ വേണം. സോ മോർ ദെൻ I've most often seen private firms doing a lot more service and being able to reach a lot more people than most government bodies do. So keep up the good work. Thank you so much to all the religious organizations that are contributing to the welfare of this hospital and to the growth of this hospital. I thank you on behalf of all the people who are, fighting cancer. And to everyone over here, may you never get this dreaded disease. But please know that even if you are diagnosed with cancer one day, advancements in treatments are amazing. ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ദ ഫ്യൂച്ചർ ഓഫ് ക്യാൻസർ. എനിക്കറിയാം ഇതിനൊക്കെ എവിടെയോ ഒരു ക്യൂർ ഉണ്ടാവും. ആൻഡ് ഇറ്റ്സ് ഇൻ ദ വർക്ക്സ്. ബിക്കോസ് ഞാനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഫോർ ഇറ്റ്. ഞാൻ 2014 ഓൾമോസ്റ്റ് റൈറ്റ് ഓഫ് ആയിരുന്നു. പക്ഷേ ഒരു മിറക്കിൾ പോലെയാണ് US ഒരു ക്ലിനിക്കൽ ട്രയൽ ഓഫ് എ വെരി ന്യൂ ഇമ്മ്യൂണോതെറപ്പി ഡ്രഗ് കോൾഡ് നിവലുമാബ് എനിക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയത്. ദാറ്റ് ടു ബീങ് നോൺ അമേരിക്കൻ, ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. സോ തീർച്ചയായിട്ടും എവിടെയോ ദൈവം എനിക്ക് വഴി കാണിച്ച് തന്നത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരാളല്ല, പക്ഷേ ഞാൻ വളരെ റൈറ്റിയസ് ആണ്, ഭയങ്കര സ്പിരിച്വലാണ്, സത്യം മാത്രമേ പറയുള്ളൂ. എൻ്റെ ദൈവം ആ സത്യത്തിലാണ് ഇരിക്കുന്നത്. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അന്ന് എനിക്ക് ആ ഒരു പുതിയ ഡോർ, ഒരു ഫോഴ്സ് ഓപ്പൺ ചെയ്ത് തന്നുകൊണ്ടാണ്. അതർവൈസ് ഐ വുഡൻ ബി ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് യു ടുഡേ. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾക്കായിരിക്കില്ല, പക്ഷേ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. ആൻഡ് ഐ ലവ് യു ഓൾ. ഐ വാണ്ട് യു ടു ബി ഇൻ the best care, and I promise Parumala Hospital that my support will continue to be there at all times. And especially ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു സ്ഥാപനത്തിന് സപ്പോർട്ട് കൊടുക്കുന്ന മാത്രമല്ല, പക്ഷേ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും to a person, an in-person support. There's nothing like someone who's fighting a disease, and if you're able to share one word over the phone with that person or hold that person's hand while they're going through a treatment, it makes a world of a difference. കാരണം ആ ടച്ചും those words ഒരിക്കലും മറക്കില്ല ലൈഫിൽ. So try to be that for another person every day, and remember to live each day of your life in gratitude. Okay? So with that, I stop my words. Thank you so much for having me here. It's been an absolute honor and pleasure.